സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ. സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ വലിയവൻ. King David says, no, he is the greatest. ദാവീദ് രാജ എഴുതുന്നു, അവൻ ഏറ്റവും വലിയവൻ. ഹല്ലേലൂയ. എന്റെ ദൈവം ഏറ്റവും വലിയവൻ. അടങ്ങി നിൽക്കരുത് നീ. ആർപ്പിടുക, ആർപ്പിടുക. നിനക്ക് ജീവൻ തന്നവന് ആർപ്പിടുക. നിനക്ക് ആയുസ് തന്നവൻ, നിനക്ക് ആഹാരം തന്നവൻ, നിനക്ക് അഭിഷേകം പകർന്നവൻ, നിനക്ക് ആരോഗ്യം തന്ന നല്ല ദൈവം, ഇന്നും കാട്ടു പരിപാലിക്കുന്ന സർവശക്തനായവൻ. ദൈവ പൈതലേ, അടങ്ങി നിൽക്കരുത്, ആർപ്പിട്ട് സ്തുതിക്കുക. ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവകൃപ ദൈവജനത്തിൽ വ്യാപരിച്ചു. ദൈവകൃപ വ്യാപരിക്കുമ്പോൾ ദൈവജനം ദൈവശക്തിയിൽ നിറയുന്നു. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നിടാ, അഗ്നി വ്യാപരിക്കുന്നിടാ എല്ലാവരിലും. ആമേൻ. ആർപ്പിടുക, ആർപ്പിടുക. ഏകാഗ്ര ഹൃദയത്തിൽ നിന്റെ മുമ്പിൽ ദുഷ്ടൻ ഉയർത്തിയ മതിൽ ഇതാ യേശുവിൻ നാമത്തിൽ എന്നേക്കുമായി തകർന്നു വീഴുന്നു. ആകയാൽ സന്തോഷത്തോട് ആർപ്പിടുക. കൃപ മഴ, കൃപ മഴ, കൃപ മഴ, അഗ്നി മഴ നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ, സർവരുടെ മേലും, സർവരുടെ മേലും. ആമേൻ. റെയിൻ ഓഫ് ഫയർ, റെയിൻ ഓഫ് ഫയർ, റെയിൻ ഓഫ് ഫയർ, റെയിൻ ഓഫ് ഫയർ, റെയിൻ ഓഫ് ഫയർ. ആത്മീയ നിറവിൽ ആരാധിച്ചാട്ടെ. ആമേൻ. അവൻ വന്നിട്ടുണ്ട്, എന്റെ ദൈവം വന്നിട്ടുണ്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ. അവർ മാസ്റ്റർ ഈസ് വെരി മച്ച് പ്രസന്റ് ഹിയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ, 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 ദൈവ കൃപ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം. കൈകളെ ഉയർത്തി, കരങ്ങളെ തട്ടി. ആമേൻ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യ വഴിയോ വാണ്ടിലുമായ യേശുരാജൻ പാദം. സത്യ വഴിയോ. ആമേൻ.
Amen. 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 Power. 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 അടഞ്ഞ ഹൃദയങ്ങളെ തുറക്കുന്ന ദിവ്യ ശക്തി, അടഞ്ഞ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ തുറക്കുന്ന ദിവ്യ ശക്തി നിന്റെ മേൽ. നന്ദി, 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 നന്ദി. യേശുവേ നന്ദി. അപ്പാ, ഞാൻ അങ്ങയുടെ വേലക്കാരൻ. ഇവരെല്ലാവരും അങ്ങയുടെ മക്കളാണ്. ഞങ്ങളുടെ കണ്ണുനീർക്ക് ദൈവം ഇന്ന് മറുപടി നൽകണമേ. എല്ലാവരും സന്തോഷിക്കട്ടപ്പാ, എല്ലാവരും വിടുതൽ അനുഭവിക്കട്ടെ രാജാ, എല്ലാവരും സുഭിക്ഷം പ്രാപിക്കട്ടെ. എന്റെ ബുദ്ധിയിൽ നിന്ന് ഒരു വാക്കുപോലും പുറപ്പെടരുത്. നിങ്ങളുടെ ദിവ്യ ശക്തിയിൽ നിറഞ്ഞ വചനം നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ നല്ല ദൈവമേ, ആമേൻ, ആമേൻ. എഫേസ്യർ 4:31. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരണവും ദൂഷണവും സകല ദുർഗുണവുമായ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞുപോകട്ടെ. Paul says, let all your bitterness be put away from you. சகலவிதமான கசப்பும் உங்களை விட்டு நீங்க கடவுது. ஆமென். சந்தோஷம் உள்ளவர் கரம் உயர்த்தி தெய்வத்தை ஸ்துதிക്കാം. எல்லா கைப்பும் എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവിന്റെ അപ്പോസ്തലൻ പൗലോസ് എഴുതുന്ന എല്ലാ കയ്പും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. കയ്പ് എവിടെ ഉണ്ട്? ജെറമ്യ 4:18 നമ്മ പഠിപ്പിക്കുന്ന ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദുഷ്ടതയിൽ കയ്പ് ഉണ്ട്. 2 രാജാക്കന്മാർ 14:26 കഷ്ടത വചനം നമ്മ പഠിപ്പിക്കുന്ന എത്രയും കഠിനം അഥവാ കയ്പ്. അഫ്ലിക്ഷൻ ഈസ് വെരി ബിറ്റർ. അഫ്ലിക്ഷൻ ഈസ് വെരി ബിറ്റർ. കഷ്ടത എത്രയും കയ്പ്. മനസ്സിന്റെ ഉള്ളിൽ മനുഷ്യൻ അടക്കി വച്ചിരിക്കുന്ന ദുഷ്ടത, ഹൃദയത്തിലെ ദുഷ്ടത, കയ്പ്, കഷ്ടത എത്രയും കയ്പ്. എസെക്കിയേൽ 27:31 നമ്മ പഠിപ്പിക്കുന്ന മനോവ്യസനം, കയ്പ്, കയ്പ്. A broken heart, the Bible says it is bitter. അതേ വചനത്തിൽ തന്നെ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വിലാപം, കയ്പ്. The wailing is also bitter. Broken heart is bitter. മനോവ്യസനം കയ്പ്. ദുഷ്ടത നിറഞ്ഞ ഹൃദയം കയ്പ്. കഷ്ടത എത്രയും കയ്പ്. യോബുവിൻ പുസ്തകം 13:26 ദേവഭക്തൻ യോബ് എഴുതുന്ന യൗവനത്തിലെ അകൃത്യം അതും കയ്പ്. ആമേൻ. The sins of your youth, it is bitter. യൗവനത്തിലെ അകൃത്യം അതും കയ്പ്. സങ്കീർത്തനം 64:4 നമ്മ പഠിപ്പിക്കുന്ന മനുഷ്യ
നിന്റെ വാക്ക് കയ്പുള്ളത്. മനുഷ്യ, നിന്റെ വാക്ക് കയ്പുള്ളത്. ദുഷ്ടത നിറഞ്ഞ ഹൃദയം കയ്പ്. പാൽ അപ്പോസ്തലൻ മുഖാന്തരം സ്വർഗത്തിലെ ദൈവം എഫേസ്യ സഭയ്ക്ക് മാത്രമല്ല നിങ്ങളോടും ഇന്ന് അരുളി ചെയ്യുന്നു, നിന്റെ കയ്പ് ഇന്നോട് ഒഴിഞ്ഞു പോകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഏത് കയ്പുമായി നീ എത്തിയിരിക്കുന്നുവോ, സ്വർഗത്തിലെ ദൈവം അധികാരത്തിൽ ഞാൻ പ്രസ്താവിച്ചു കൊള്ളട്ടെ, ദൈവജനമേ, നീ ചുമന്നു വന്ന കയ്പ് ഇന്നോട് ഒഴിഞ്ഞു പോകട്ടെ യേശുവിൻ നാമത്തിൽ. പുറപ്പാട് പുസ്തകം 15:22 ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനം ശൂർ മരുഭൂമിയിൽ അലഞ്ഞു. ദാഹം തീർക്കുവാൻ ജലമില്ല. മാറാ മരുഭൂമിയിൽ അല്പം വെള്ളം കണ്ട് അത് രുചിച്ചു നോക്കിയപ്പോൾ കയ്പ്, ബിറ്റർ വാട്ടർ, കയ്പ്. ദാഹം അടക്കുവാൻ മാർഗമില്ല. ദൈവത്തിന്റെ അഭിഷക്ത ദാസൻ മോശയുടെ അടുക്കൽ വന്ന് ജനം നിലവിളിച്ച്, ഞങ്ങൾക്ക് കുടിപ്പാൻ ജലമില്ല, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരണമേ. The only remedy, God's presence alone. മോശയ്ക്കറിയാം, ഏത് പ്രശ്നത്തിനും മറുപടി എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം. മോശെ പ്രവാചകൻ ദൈവസന്നിധിയിൽ ചെന്ന് അപേക്ഷിച്ച് അവൻ നിലവിളിച്ച്, Prophet Moses screamed, what should I do, master? 25 ലക്ഷം ജനത്തിന്റെ ദാഹം തീർക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? സ്വർഗത്തിലെ ദൈവം മോശയോട് അരുളി ചെയ്യുന്നു, look at the tree. ആ മരത്തെ നോക്കുക. ദൈവം ഒരു മരം കാണിച്ചു കൊടുത്തു. മരത്തെ വെട്ടി കയ്പുള്ള വെള്ളത്തിലിടുക, വെള്ളം മധുരമായി തീരും. That's all. കയ്പുള്ള വെള്ളം ദൈവത്തിന്റെ ആലോചന പ്രകാരം അപ്പോൾ തന്നെ മധുരമായി തീർന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരെയും 2000 ആണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം കാൽവരി പർവ്വതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അവിടെ ഒരു മരം നിൽപ്പുണ്ട്, കുരിശുമരം. ആ കുരിശുമരത്തിന്റെ ശക്തി നമ്മുടെ സർവ കയ്പിനെയും മധുരമാക്കുവാൻ കഴിയും. ഇറ്റ് ഈസ് നോട്ട് ദി പവർ ഓഫ് എ ക്രോസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി പവർ ഓഫ് ദി ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഷെഡ് ഓൺ ദി ക്രോസ്. കുരിശിന്റെ ശക്തിയല്ല, കുരിശിന്റെ വചനത്തിന്റെ ശക്തി. അഥവാ 2000 ആണ്ടുകൾക്ക് മുമ്പ് കാൽവരി പർവ്വതത്തിൽ നിൽക്കുന്ന കുരിശു മരത്തിൽ യേശു ചൊരിഞ്ഞ യേശുവിന്റെ രക്തത്തിലുള്ള ശക്തി. ആമേൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, ക്രൂശിൽ വച്ച് ശത്രുത്വം നീക്കിക്കളഞ്ഞു. The enmity of God in heaven, my brother, it is the greatest bitterness. ദൈവസന്നിധിയിൽ ദൈവത്തോട് മനുഷ്യ നീ തെറ്റ് ചെയ്ത് ദൈവത്തോട് വച്ചിരിക്കുന്ന ആ ശത്രുതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കയ്പ്. ആ കയ്പ് മാറ്റിക്കളഞ്ഞത് 2000 ആണ്ടുകൾക്ക് മുമ്പ് ക്രൂശിൽ ചൊരിയപ്പെട്ട എന്റെ അപ്പൻ ക്രിസ്തുവിന്റെ രക്തം. ക്രൂശിൽ വച്ച് അവൻ ശത്രുത്വം ഇല്ലാതാക്കി. എന്റെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം കൊല്ലം തങ്കശ്ശേരിയിൽ നിന്ന് ഒരു ഷൈല ഡെന്നിസ് എന്നുള്ള സഹോദരി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവർക്കൊരു രോഗം, മെഡിക്കൽ സയൻസിന് പിടികിട്ടാത്ത രോഗം. ഒരു ചൊട്ട് വെള്ളം അവിടെ ശരീരത്തിൽ വീണാൽ ആ വെള്ളം കൊതിക്കും, അത്ര ചൂട്. ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വാട്ടർ എടുത്ത് ഒരു ടവലിൽ മുക്കി 2 മിനിറ്റ് അവിടെ ശരീരത്തെ തുടയ്ക്കും മുമ്പ് ടവൽ ഉണങ്ങും, അത്ര വലിയ ചൂട്. ഈ രോഗം ഡോക്ടർമാരുടെ മുമ്പിൽ ഒരു വെല്ലുവിളി. ഈ രോഗവുമായി
എന്റെ ഒരു TV പ്രഭാഷണം ആ സഹോദരി ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥന സമയത്ത് ദൈവാത്മാവിൽ നിറഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞ്, കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ വ്യാപരിച്ച് ഏത് രോഗമായാലും തൊട്ട് ഇപ്പോൾ സൗഖ്യമാക്കുന്ന ആ സെക്കൻഡിൽ ഇവളും കുടുംബവും മക്കളും ഒന്നിച്ച് നിലവിളിച്ച്, യേശുവേ എന്നെ തൊടണമേ, യേശുവേ എന്റെ ഭാര്യയെ തൊടണമേ, യേശുവേ എന്റെ മമ്മിയെ തൊടണമേ. യേശു തൊട്ട് ആ രോഗം എവിടെ പോയി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതോടുകൂടെ അവിടെ വയറ്റിലൊരു കട്ടി ഉണ്ടായിരുന്നു. യേശു തൊട്ടപ്പോൾ ആ കട്ടിയും അപ്രത്യക്ഷമായി. നിങ്ങളുടെ കയ്പ് ഇന്നോട് ഒഴിഞ്ഞു പോകട്ടെ. ആമേൻ. നിങ്ങളുടെ കയ്പ് ഇന്നോട് യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ നാമത്താൽ, 2000 ആണ്ടുകൾക്ക് മുമ്പ് ക്രൂസിൽ ചൊരിഞ്ഞ എന്റെ രക്ഷിതാവ് യേശുവിന്റെ രക്തത്താൽ ഇന്നോട് ഒഴിഞ്ഞു പോകട്ടെ. ലെറ്റ് ഓൾ യുവർ bitterness be put off today. എത്ര മാധുരമാവൻ മേമേ നീക്കു പാർത്താൽ ഓർത്തു വരും തോറുമേൻ ആർത്തി പോകുന്നു. ഓർത്തു തോറുമേൻ ആർത്തി. യേശു നാടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത. ആശ്വാസത്തിൻ എന്റെ ഇടതുഭാഗത്തിൽ വളരെ ദൂരെ തന്റെ പ്രിയപ്പെട്ടവന്റെ പെട്ടെന്നുള്ള മരണമുഖാന്തരം ജീവിതത്തിൽ കയ്പ് കയറി. 6 മാസം പ്രാർത്ഥനയില്ല, പാട്ടില്ല, കൂട്ടായ്മയില്ല. ദൈവദൂതനാണ് സഹോദരി നിങ്ങളെ വഹിച്ച് ഈ സ്ഥലത്തിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഇനി പിന്മാറി പോകരുത്. നിങ്ങളുടെ കയ്പ് യേശു കർത്താവ് ഇടാ എടുത്തു മാറ്റുന്നു. സാവിത്രി, സാവിത്രി, കിടപ്പിടം ഇല്ലാതെ നിലവിളിക്കുന്ന സാവിത്രി, കർത്താവിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങുന്നു. കൈപ്പോട് ഇന്നോട് മാറിപ്പോകുന്നു. 2 മക്കൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. ഒരാൾ വീട്ടിലുണ്ട്. ഇവിടെ പഠിത്തത്തിന് ചെലവാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് കൈപ്പിൽ നിറഞ്ഞ് നിലവിളിക്കുന്ന കഠിനാധ്വാനിയായ സഹോദര, യേശു നിങ്ങളെ തൊടുന്നു. യേശു നിങ്ങളെ തൊടുന്നു. നിങ്ങളുടെ കയ്പ് ഇന്നോട് മാറിപ്പോകട്ടെ. അഗ്നി വ്യാപരിക്കുന്നിടാ, അഭിഷേക തീ വ്യാപരിക്കുന്നിടാ. ഹല്ലേലൂയ. എത്രയോ ആലോചന പറഞ്ഞ്, എത്രയോ സുവിശേഷം പറഞ്ഞു കൊടുത്ത് എന്റെ വീട്ടിലുള്ളവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്റെ നാട്ടിലുള്ളവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്റെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കൈപ്പോട് ഇട്ടിരിക്കുന്ന 6 വ്യക്തികളിൽ സ്വർഗം തുറന്ന് അഭിഷേക തീ ഇപ്പോൾ ഊറ്റപ്പെടുന്ന കയ്പ് മാറിപ്പോകുന്നു. നന്ദി, 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 നന്ദി. ദുഃഖം ദാരിദ്ര്യമെന്നീ വൈകുണ്ടോ ശക്തി എന്മേ. ദുഃഖം ദാരിദ്ര്യമെന്നീ വൈകുണ്ടോ ശക്തി എന്മേ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ട് പോകുന്നവൻ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ട് പോകുന്നവൻ. ചിലരെ നോക്കിയാൽ ജപ്തി നോട്ടീസ് മടിയിൽ വെച്ച് ഇരുന്ന് കരയുന്നത് പോലെ ഇരിക്കുന്നത്. ജപ്തി നോട്ടീസ്. ബ്രദർ, സിസ്റ്റർ, നാം ദൈവത്തിന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. ആമേൻ.
നിങ്ങളെപ്പോൾ എന്നെപ്പോൾ ഈ ഭൂമിയിൽ സന്തോഷിക്കുവാൻ വേറെ ഒരുത്തനും വകയില്ല. കരം തട്ടി പാടുക, വാ തുറന്നു പാടുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാവരും കൃപ കൃപ കൃപ. വമ്പിച്ച ലോകത്തീരം കമ്പം തീരുവോളം, വമ്പിച്ച ലോകത്തീരം കമ്പം തീരുവോളം, മുമ്പ് പിമ്പു മായമേൻ അൻപോടനെ നടത്തു മുമ്പ്. കൈ ഉയർത്തി കരം തട്ടുക. ആമേൻ. കൈ ഉയർത്തി കരം തട്ടുക. ലോകമേ നീക്കുവായിരി, ലോകം എന്നെ ത്യജിച്ച, ലോകമേ നീക്കുവായിരി, ലോകം എന്നെ ത്യജിച്ചാൽ ശോകം. ആമേൻ. താങ്ക് യു ലോർഡ്. റഗ്ഗാലദന്ധനദബ ലജ്ജനാ ശഗാലദന്ധനദബ റബറബറക്കാലദന്ധനദബ. ജോയ്. സന്തോഷത്താൽ നിറയുക, ആനന്ദത്താൽ നിറയുക, മധുരം ഉட்കൊണ്ട അനുഭവത്തിൽ നിറയുക. യേശു ഇവിടെ ഉണ്ട്. മൈ മാസ്റ്റർ ഈസ് ഹിയർ. ഹല്ലേലൂയ. പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി, പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശുയെ അടിസ്ഥാനോ ആശയവനിലത്രേ ആശാശക്തി. യേശുവിൽ കണ്ട് ഞാനോ ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ട് ഞാനോ. രണ്ടാമത് മത്തായി 26:75. മത്തായി 26:75. കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. My English Bible says Peter went out and wept bitterly. அதிகைப்போடே கரഞ്ഞു. தமிழ் வேதாகமம் சொல்லுகிறது, பேதுரு வெளியில் சென்று மனம் கசந்து அழுதார். மனம் கசந்து அழுதார். With the bitterness he wept. With the bitterness God's disciple Peter wept. கைப்போடே கரഞ്ഞു. പിന്മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കയ്പ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് നാം പിന്മാറിപ്പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കയ്പ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശു ചെയ്ത അത്ഭുതം എല്ലാം മധുരമാണ്. So sweet. When the dead person rose up, it was so sweet. When the demon-possessed man got freed, it was so sweet. മരിച്ചവൻ എഴുന്നേൽക്കുമ്പോൾ വളരെ മധുരമാണ്. ക്യാൻസർ രോഗി സൗഖ്യം പ്രാപിക്കുമ്പോൾ വളരെ മധുരമാണ്. പക്ഷെ സ്വർഗരാജ്യത്തിന്റെ മർമ്മം ഉപദേശം യേശു പ്രസ്താവിക്കുമ്പോൾ ശിഷ്യന്മാർ പിറുതിട്ട് പറഞ്ഞ് ഇറ്റ് ഈസ് ടു ഹാർഡ്, ഇറ്റ് ഈസ് ടു bitter, ഇറ്റ് ഈസ് ടു bitter. Who can bear? ഇത് അതികഠിനം.
ഇവന്റെ വചനം, ഇവന്റെ ഉപദേശം അത് കഠിനം. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. All the disciples thus left him. ഇവന്റെ ഉപദേശം അതികഠിനമെന്ന് പിറുപിറുത്ത് ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. അപ്പോൾ എന്റെ രക്ഷിതാവ് പത്രോസിന്റെ മുഖം നോക്കിക്കൊണ്ട് പറയും, നിനക്ക് വേണമെങ്കിലും പോയിക്കൊള്ളാം. ആമേൻ. അപ്പോൾ പത്രോസ് ഉച്ചരിച്ച ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് യോഹന്നാൻ 6:68 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോകും? നിത്യ ജീവന്റെ വചനം അങ്ങയുടെ അടുക്കൽ ഉണ്ട്. Whom else we go? ഞങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോകും? അങ്ങനെ പറഞ്ഞ പത്രോസ്, പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന മത്തായി സുവിശേഷം 26:58 ലൂക്കോസ് സുവിശേഷം 22:54 യേശുവിനെ പിടിച്ച് മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയ വിവരം അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കണ്ടപ്പോൾ, ഞങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോകുമെന്ന് സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഉച്ചരിച്ച പത്രോസ് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മത്തായി സുവിശേഷം 26:58 അവൻ ദൂരവേ അനുഗമിച്ച്, ദൂരം വിട്ട് അനുഗമിച്ച് ചേർന്ന് നടന്നവൻ, 3.5 ആണ്ടുകാലം യേശുവോട് ചേർന്ന് നടന്നവൻ. യേശുവിനൊരു പ്രതികൂലം സംഭവിച്ചപ്പോൾ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന പീറ്റർ ഫോളോഡ് അറ്റ് എ ഡിസ്റ്റൻസ്. ദൂരവേ അനുഗമിച്ച്. അതിന്റെ അർത്ഥം അങ്ങുമില്ല ഇങ്ങുമില്ല, രണ്ടിനും ഇടയ്ക്ക്. പ്രയർ ഗാർഡൻസിലും ഇല്ല, കള്ളുകടയിലും ഇല്ല, രണ്ടിന്റെ ഇടയ്ക്ക്. ആമേ. ആദ്യം എല്ലാ വ്യാഴാഴ്ചയും മുമ്പിൽ വന്നിരിക്കും, എല്ലാ ഞായറാഴ്ചയും മുമ്പിൽ വന്നിരിക്കും, എല്ലാ 2ാം ശനിയാഴ്ചയും മുമ്പിൽ നേരത്തെ വന്നിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അല്പം പുറകിലാകും, വീണ്ടും പുറകിലാകും. പിന്നെ ഞായറാഴ്ച കാണത്തില്ല, വ്യാഴാഴ്ച കാണത്തില്ല. സെക്കൻഡ് സാറ്റർഡേ വരുന്നത് ആശീർവാദം പറയുന്നതിന്റെ തൊട്ടു മുമ്പിൽ. അങ്ങുമില്ല ഇങ്ങുമില്ല, പത്രോസിനെ പോലെ. ആമേൻ. പിന്മാറ്റം ഒറ്റ അടിക്ക് കൊണ്ടുപോകത്തില്ല, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വരും. ന്യായാധിപന്മാർ പുസ്തകം 16:1 അമ്മയുടെ ഗർഭം മുതൽ നസീറനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട സിംസോൻ വീണത് ഒറ്റ അടിക്കല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. Backsliding will come and engulf you, not all of a sudden, but step by step. ഒറ്റ അടിക്ക് കൊണ്ടുപോകത്തില്ല, പടിപ്പടിയായി. അവൻ കണ്ട്, ന്യായാധിപൻ പുസ്തകം 16:1 അവൻ കണ്ട്, 2ാം വചനത്തിൽ കണ്ട സ്ഥലത്ത് അവൻ ചെന്ന്, 3ാം വചനത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെന്ന സ്ഥലത്ത് അവൻ കിടന്ന്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കിടന്ന സ്ഥലത്ത് അവൻ കിടന്ന് ഉറങ്ങി. ഉറങ്ങിയവൻ ഹൃദയം പകർന്ന്. ന്യായാധിപന്മാർ പുസ്തകം 16:1, 2, 3, 18, 19 വചനങ്ങളിൽ ഉറങ്ങിയ സ്ഥലത്തിൽ തന്നെ അവൻ എന്നേക്കുമായി വീണ്. പിന്മാറ്റം. പത്രോസിന്റെ ജീവിതത്തിൽ പിന്മാറ്റം ഒറ്റ അടിക്ക് വന്നില്ല. He followed at a distance. ദുഷ്ടന്റെ അടുക്കലുമില്ല, യേശുവിന്റെ അടുക്കലുമില്ല, ഇടയ്ക്കുള്ള സ്ഥലത്ത് അവൻ നടക്കാൻ തുടങ്ങി. അകലം വിട്ട് അനുഗമിച്ച്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന മത്തായി സുവിശേഷം 26:58 വചനത്തിൽ തന്നെ, ലൂക്കോസ് സുവിശേഷം 22:55 വചനത്തിലും ഈ 2 വചനങ്ങളിലും അടുത്ത് പത്രോസ് ചെയ്ത കാര്യം, ദൂരം വിട്ട് അനുഗമിച്ചവൻ രണ്ടാമത് സേവകന്മാരോട് കൂടി ഇരുന്ന്. ആമേൻ. യേശുവിനെ തടവറയിൽ കൊണ്ടുപോകുന്ന സേവകന്മാരോട്, ശത്രുക്കളോട്,
സുവിശേഷ വിരോധികളോട്, ദൈവാത്മാവിനെ പരിഹസിക്കുന്നവരോട്, ബുദ്ധി കൊണ്ട് അപ്പനെ അളക്കുന്നവരോട് അവൻ പോയി ഇരുന്ന് പിന്മാറിപ്പോയി. വചനം നമ്മെ പഠിപ്പിക്കുന്ന മത്തായി സുവിശേഷം 26 അധ്യായം 69 മുതൽ 75 വചനം വരെയിലും ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അകലം വിട്ട് അനുഗമിച്ചവൻ, സേവകന്മാരോട് ശത്രു ക്യാമ്പിൽ ഇരുന്നവൻ, ഇപ്പോൾ പരസ്യമായി പലർ കേൾക്കുന്ന രീതിയിൽ അവൻ പ്രസ്താവിച്ച്, യേശുവിനെ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്മാറ്റം ഒരു കയ്പ്. പിന്മാറ്റം നിന്റെ ആത്മീയ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു കയ്പ്. അപ്പോൾ കോഴി കൂവി. യേശുവിനെ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പത്രോസ് പലർ കേൾക്ക പ്രസ്താവിച്ചപ്പോൾ കോഴി കൂവുന്ന ശബ്ദം അവൻ കേട്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത്, തന്റെ മാസ്റ്റർ പറഞ്ഞത്, കോഴി കൂവുമ്പ് എന്നെ നീ 3 വട്ടം തള്ളിപ്പറയും മകനെ. പത്രോസ്, യേശു കർത്താവ് തിരിഞ്ഞ് അവനൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ അവന്റെ ഹൃദയത്തെ കർത്താവിന്റെ നോട്ടം തുളച്ച് കയറുകയായിരുന്നു. അപ്പോഴാണ് പത്രോസ് പുറത്തു പോയി കൈപ്പോടെ കരഞ്ഞ്, ഐ ഫോർസൂക്ക് മൈ മാസ്റ്റർ, എന്റെ രാജാവിനെ ഞാൻ തള്ളിപ്പറഞ്ഞ്. പിന്മാറ്റം ഒരു കയ്പ്. Where are you, brother? Where are you, sister? നീ എവിടെയായി നിൽക്കുന്നു? നീ ദൈവസന്നിധിയിൽ എവിടെയായി നിൽക്കുന്നു? നീ ദൈവസന്നിധിയിൽ ആദ്യ ദിവസം എടുത്ത ഉടമ്പടി ഇന്നും ഉണ്ടോ? ദൈവസന്നിധിയിൽ നീ വച്ചു പുലർത്തിയ ആദ്യ സ്നേഹമെന്നും ഉണ്ടോ? മടങ്ങി വരിക. പിന്മാറി പോകരുത്. മരണം ദൈവം അനുവദിച്ച ആ നാളിക വരെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളുക, യേശുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജോഷുവ 24 വചനം നമ്മെ പഠിപ്പിക്കുന്ന 29 വചനത്തിൽ മരിക്കുന്ന 110 വയസ്സിലും ജോഷുവ ദൈവഭക്തനായി തന്നെ മരിച്ചു. ആവർത്തന പുസ്തകം 34 അധ്യായത്തിൽ മരിക്കുന്ന 120 വയസ്സിലും പ്രവാചകൻ മോശെ ദൈവഭക്തനായി തന്നെ മരിച്ചു. ഉൽപ്പത്തി പുസ്തകം 5 അധ്യായം 24 വചനത്തിൽ ദൈവത്തോട് കൂടെ നടന്ന ഏനോക്ക് പ്രവാചകൻ, the Bible says he walked with God and God took him and he was not. ഏത് വയസ്സിലാണ്? 365 വയസ്സിൽ. 365 വയസ്സ് വരെയിലും ദൈവത്തോട് കൂടെ നടന്ന് ആ അവസാന നാളികയിൽ ദൈവം എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി. അവസാന നാളിക വരെയിലും പ്രിയ ദൈവ പൈതലേ, പിന്മാറി പോകരുത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിലെ 1 വചനം മുതൽ 12 വചനം വരെയിലും വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് ഉണ്ടായിരുന്ന ഏക യോഗ്യത 13 വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവർ എല്ലാവരും വിശ്വാസത്തിൽ മരിച്ച് ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഇട്ടില്ല, ഇടയ്ക്ക് പിന്മാറിപ്പോയില്ല, ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുത്തില്ല. Until the last moment God permitted them to live. ജീവിക്കുവാൻ ദൈവം അനുവദിച്ച അവസാന നാഴിക വരെയിലും വചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസ വീരന്മാർ ക്രിസ്തുവിൽ തന്നെ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചു എങ്കിൽ, വിശ്വാസത്തിൽ മരിച്ചു എങ്കിൽ അവർ വിശ്വാസത്തിൽ തന്നെ ജീവിച്ച് പിന്മാറി പോകരുതേ. ദാവീദ് രാജ ഒരു നല്ല വചനം പ്രസ്താവിക്കുന്നു. സങ്കീർത്തനം 73:23 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദൈവമേ അങ്ങ് എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. സന്തോഷമുള്ളവർ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സാധാരണമായി ഒരു ദൈവഭക്തൻ എഴുതും, ദൈവമേ ഞാൻ നിന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. പക്ഷെ ദാവീദ് അങ്ങനെയല്ല എഴുതിയത്. പിന്നെ എങ്ങനെ എഴുതിയത്? വാ തുറന്ന് പറയാം. ദൈവമേ, കൈ ഉയർത്തി, കെട്ടൊക്കെ വിടുക,
ദൈവമേ അങ്ങ് എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവമേ അങ്ങ് എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇത് ദാവീദിന്റെ പ്രസ്താവന. വാട്ട് അബൌട്ട് യു? നിന്നെക്കുറിച്ച് എന്താകുന്നു? നീ ദൈവത്തെ പിടിക്കുന്നതിനും ദൈവം നിന്നെ പിടിക്കുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. നീയും ഞാനും ദൈവത്തെ പിടിച്ചാൽ ഓണം വന്നാൽ വിട്ടിട്ട് ഓടിക്കളയും, കള്ളുകടയിൽ വിട്ടിട്ട് ഓടിക്കളയും, ഓണക്കൂത്ത് കാണുവാൻ വിട്ടിട്ട് ഓടിക്കളയും. പക്ഷെ കർത്താവ് നിന്നെ പിടിച്ച് നടത്തുവാൻ അനുവാദം നൽകിയാൽ നിന്നെ വിട്ടിട്ട് ഓടുവാൻ എന്റെ ദൈവം പിടി വിടത്തില്ല മകനെ. Therefore, my brother, permit him to hold even a hand. അനുവാദം നൽകുക. യേശുവേ, ഞാൻ അല്ല പിടിക്കുന്നത്, അങ്ങ് എന്നെ പിടിക്കണം. ആമേൻ. എന്താണ് ഈ പിന്മാറ്റം? 1 രാജാക്കന്മാർ 11 അധ്യായം 9 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തെ ദൈവത്തിങ്കൽ നിന്ന് തിരിക്കുക, ഓണക്കൂത്തിലേക്ക് തിരിക്കുക, കള്ളുകടയിലേക്ക് തിരിക്കുക. ആമേൻ. ലോകത്തിലേക്ക് തിരിക്കുക, ലോക സമ്പ്രദായത്തിലേക്ക് തിരിക്കുക. ഹൃദയത്തെ ദൈവത്തിങ്കൽ നിന്ന് തിരിക്കുക. എങ്ങോട്ട്? 1 തിമോഥെയോസ് 5:15 ഇതെല്ലാം ചേർത്ത് പൗലോസ് ചുരുക്കമായി എഴുതുന്നു. ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. ആമേൻ. ഹൃദയത്തെ ദൈവസന്നിധിയിൽ നിന്ന് തിരിച്ച് സാത്താന്റെ അടുക്കൽ തിരിക്കുക. നീ കൂട്ടായ്മ വിട്ട് എവിടെ പോയാലും, ഈ കൂട്ടായ്മ വിട്ടു പോയാൽ നേരെ പോകുന്നത് സാത്താന്റെ വായിലാണ്. മനസ്സിലായോ? ദൈവ കൃപയിൽ നീ ചവിട്ടിയിരിക്കുന്ന മണ്ണിനേക്കാൾ താഴ്ത്തി പറഞ്ഞുകൊള്ളട്ടെ, വീമ്പിനായല്ല, താഴ്മയോട്. ഇതുപോലൊരു ക്ലീനായി നടത്തപ്പെടുന്ന കൂട്ടായ്മ ഇനി ലോകത്തിൽ കാണത്തില്ല. ഞാൻ അധ്വാനിച്ചാണ് പ്രസംഗിക്കുന്നത്. 10 മണിക്കൂർ നേരം സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിൽ ചെന്ന് വിയർത്ത് ഞാൻ ജോലി ചെയ്താണ് പ്രസംഗിക്കുന്നത്. ഐ വർക്ക്, ഐ ടോയിൽ ആൻഡ് പ്രീച്ച് ഗാഡ്. ഈ കൂട്ടായ്മ വിട്ട് എവിടെ പോയാലും നേരെ പൊത്തന്ന് വീഴുന്നത് ദുഷ്ടന്റെ വായിലാണ്. പിന്മാറി പോകരുത്, അത് കൈപ്പാകുന്നു. സങ്കീർത്തനം 123 2 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കൃപ കാട്ടുവോളം നോക്കിക്കൊണ്ടേയിരിക്കണം. ആമേൻ. സമയം നിന്റതല്ല സഹോദര, സമയം നിന്റതല്ല സഹോദരി, സമയം എന്റെ ദൈവത്തിൻ്റെതാണ്. അവൻ കൃപ കാട്ടുവോളം നീ നോക്കിക്കൊണ്ടേയിരിക്കണം. ലൂക്കോസ് സുവിശേഷം 10 അധ്യായം 30 വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന് സകല നന്മകളും പ്രാപിച്ച് അത് വിട്ടിട്ട് നീ ജെറിക്കോ നോക്കിപ്പോയാൽ, ലൂക്കോസ് 10:30 നമ്മെ പഠിപ്പിക്കുന്നു. ജെറുസലേം വിട്ട്, മഹാരാജാവിന്റെ മാനഗരം ജെറുസലേം വിട്ട് ജെറിക്കോ നടക്കിപ്പോയവൻ, നോക്കിപ്പോയവൻ, അവൻ പോയത് ദുഷ്ടന്റെ കയ്യിലാണ്. ആമേൻ. നേരെ മറിച്ച് ജെറിക്കോയിൽ നിന്ന് രക്ഷപ്പെട്ട് എഴുന്നേറ്റ് നടന്നവൻ മർക്കോസ് 10 അധ്യായം 46 വചനത്തിൻ പ്രകാരം, മർക്കോസ് 10 അധ്യായം 52 വചനത്തിൻ പ്രകാരം, മർക്കോസ് 11 അധ്യായം 1 വചനത്തിൻ പ്രകാരം ജെറിക്കോ വിട്ട് യേശുവിനെ അനുഗമിച്ച് നടന്നവൻ എത്തിച്ചേരുന്നത് മഹാരാജാവിന്റെ പട്ടണമാം ജെറുസലേം പട്ടണത്തിലാകുന്നു. ദൈവത്തെ വിട്ട് സ്റ്റെപ്പ് പഠിക്കരുതേ. The blessing is in your hand, sister. The blessing is in your hand.
നിന്റെ തീർമാനത്തിലാണ് നിനക്കുള്ള അനുഗ്രഹം കാത്തിരിക്കുന്നത്. ആമേൻ. നിന്റെ മുമ്പിലുള്ള വെല്ലുവിളി വലുതാണ്. മരണപര്യന്തം രക്ഷിതാവാം ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ള ആലോചന അല്ലെങ്കിൽ വെല്ലുവിളി ചെറുതല്ല, അത് വലുതാണ്. അത് വലുതാണ്. നീ അത് സ്വീകരിച്ചാൽ നിനക്ക് അനുഗ്രഹം, നിരസിച്ചാൽ കയ്പും ദുഃഖവുമാണ്. ഒരു മൂഢൻ തന്റെ കയ്യിൽ ഒരു ജീവനുള്ള ചിത്രസ്ഥലവുമായി ലോകമെമ്പാടും ചുറ്റി അനേകരെ മൂഢനാക്കിക്കൊണ്ടിരുന്നു. അവൻ ചോദിക്കും, എന്റെ കയ്യിലുള്ള ചിത്രസ്ഥലം ജീവനുണ്ടോ? കയ്യിൽ പൊത്തിപ്പിടിക്കും. ബട്ടർഫ്ലൈ ജീവനോട് കയ്യിൽ പൊത്തിപ്പിടിച്ചിട്ട് ചോദിക്കും, ജീവൻ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞാൽ അവനത് കൊന്നു കളഞ്ഞിട്ട് കാണിക്കും, അത് കണ്ടോ ചെത്തതാണ്. അത് ചെത്തതാണ് എന്ന് പറഞ്ഞാൽ അവൻ അതുപോലെ ജീവനോട് കാണിക്കും. അതുപോലെ ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ് ബ്ലെസ്സിങ്. നീ എടുക്കുന്ന തീർമാനത്തിലാണ് നിനക്ക് മധുരവും കയ്പും ഉണ്ടാകുന്നത്. ആമേൻ. ഹല്ലേലൂയ. നഗോമിയുടെ മുമ്പിൽ രണ്ടുപേർ നിൽക്കുന്നു. ഒന്ന് ഓർപ്പ, മറ്റൊന്ന് റുത്ത്. രണ്ടുപേർക്കും തീർമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഓർപ്പ എടുത്ത തീർമാനം അമ്മയെ ചുംബിച്ചിട്ട് വീണ്ടും വിഗ്രഹ നാട്ടിലേക്ക് കടന്നുപോയി. ആ വെല്ലുവിളി അവൾ നിരസിച്ചു. റൂത്തോ ഒരു തീർമാനമെടുത്ത്, അല്ല അമ്മേ, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. വെല്ലുവിളി നിരസിച്ച ഓർപ്പയുടെ പേര് ആരും മക്കൾക്ക് ഇടാറില്ല. വെല്ലുവിളി സ്വീകരിച്ച റൂത്തിന്റെ പേര് എല്ലാ രാജ്യത്തിലും എല്ലാവരും തന്റെ മക്കൾക്കിടാറുണ്ട്. Amen. Backsliding, it is bitter. Backsliding, it is bitter. യോഹന്നാൻ 21 അധ്യായത്തിൽ ശിഷ്യന്മാരിൽ ഒരുത്തൻ പറഞ്ഞ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. കൂട്ടത്തിൽ ഉള്ള എല്ലാവരും ഒന്നും ആലോചിക്കാതെ വാ തുറന്ന് പറഞ്ഞ്, ഞങ്ങൾ വരുന്നേ. എന്നും മീൻ പിടിക്കുന്ന സ്ഥലത്തിൽ ചെന്ന് ആ ശിഷ്യന്മാർ എല്ലാവരും കടന്നുപോയി രാത്രി മുഴുവതും മീൻ പിടിച്ച്. എന്റെ അപ്പൻ കർത്താവ് നാം പലപ്പോഴും അവിശ്വസ്തരായിരിക്കുമ്പോഴും നമ്മ വിശ്വസ്തനായി അനുഗമിച്ച് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നാം അവനെ തള്ളിക്കളയുമ്പോഴും നാം അവനെ വിട്ട് പിന്മാറിപ്പോകുമ്പോഴും നാം അവന്റെ സന്നിധിയിൽ പിറുപിറുക്കുമ്പോഴും നാം ഉപേക്ഷിക്കുന്ന ദൈവമല്ല. He will silently chasten you unto me and embrace you unto me in his bosom and love exceedingly. വിട്ടിട്ട് പോകുമ്പോൾ അവൻ പോകട്ടെ എന്ന് വിടുന്നവനല്ല. സ്നേഹത്തോട് നമ്മ അനുഗമിച്ച് വന്ന് ശാസിച്ച് തന്റെ മാറിടത്തിൽ ചേർത്ത് ചുംബിച്ച് നിത്യ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഉപേക്ഷിച്ചിട്ട് പോയിട്ടും എന്റെ അപ്പൻ വിട്ടില്ല, അനുഗമിച്ച് കടന്നുപോയി. കുഞ്ഞുങ്ങളെ അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. കുഞ്ഞുങ്ങളെ, അടുത്തവൻ ചോദിക്കുന്നു, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? യേശുവിനെ വിട്ട് പിന്മാറിപ്പോയവൻ നിൽക്കുന്നത് വെറും വലയുമായിട്ടാണ്. അവന്റെ ജീവിതത്തിൽ ആ കടൽ തീരത്ത് ഒരു നാളും വെറും വലയുമായി നിന്നിട്ടേയില്ല. അവർ അർദ്ധരാത്രിയിൽ നിൽക്കുന്നത് വല നിറച്ച് മീനുമായിട്ടാണ്. This is the first night the disciples stood there with the empty net. വെറും വലയുമായി തന്റെ ജീവിതത്തിൽ ആദ്യം നിൽക്കുന്നത് യേശുവിനെ ഉപേക്ഷിച്ച ആദ്യ രാത്രി. കൂട്ടുവാൻ വല്ലതുമുണ്ടോ? നിങ്ങൾ ആ അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. യോഹന്നാൻ 21:5 അവരുടെ മറുപടി ഇല്ല. യേശുവിനെ മറുതലിച്ചും വിട്ടും ഉപേക്ഷിച്ചും പിൻവിട്ടും യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടും ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ
അവന് ഉള്ള ഒറ്റ മറുപടി ഇല്ല 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 എന്നാണ്. യേശുവിനെ അനുഗമിക്കുന്നവന്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള ഒരു വാക്ക് ഇല്ല. പ്രിയമുള്ളവര്, അവന്റെ ജീവിതത്തിൽ എല്ലാം ദൈവം സമൃദ്ധിയായി നൽകുന്നവനാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നൽകിയിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം കൂട്ടാളിയാണ്. ഇത്ര നൽകിയിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ, എന്തിനി അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. നിന്റെ പിന്മാറ്റ രോഗത്തെ ചികിത്സ സൗഖ്യമാക്കുന്ന ദൈവം നിന്റെ മുമ്പിൽ ഉണ്ട്. വാ തുറന്ന് കൈപ്പോട് കരയുക. Just a look changed Peter. Just a look of Jesus Christ changed Peter. Just a look of Jesus Christ healed Peter. യേശു കർത്താവിന്റെ ഒറ്റ നീട്ടം, ഒറ്റ നോട്ടം പത്രോസിനെ ചികിത്സിച്ച് നേരെയാക്കി. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വീഴുമോ? മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടവർക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയെ വിട്ട് ജീവിക്കാൻ ഒരു സന്ദർഭം എനിക്ക് തരരുതേ നാഥാ. അങ്ങയെ ഉപേക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു സന്ദർഭം എന്റെ ജീവിതത്തിൽ നാഥ അനുവദിക്കരുതേ. യേശുവേ, 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 യേശുവേ. കരയുമോ? 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 ഹൃദയം നൊണ്ട് നിലവിളിക്കുമോ? രണ്ട് കൈകളും ഉയർത്തി കരയുമോ? യേശുവേ, അങ്ങ് ഉപേക്ഷിച്ചിട്ട്, അങ്ങ് തള്ളി പറഞ്ഞിട്ട്, അങ്ങയുടെ സന്നിധിയിൽ നോ പറഞ്ഞിട്ട് ജീവനുള്ള സന്ദർഭം എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കരുതേ. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. അഗ്നി അഭിഷേക ടീം മഴയായി നിന്റെ മേൽ ഇറങ്ങുന്നു, നിന്റെ മേൽ ഇറങ്ങുന്നു. അഭിഷേകം ഇല്ലാത്തവർ മേൽ അഭിഷേക തീ ഇപ്പോൾ ഇറങ്ങുന്നു. അന്യ ഭാഷ അടയാളത്തോട് അഭിഷേക തീക്ക് വേണ്ടി വാഞ്ചിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുക്കരം ഇപ്പോൾ ഇറങ്ങുന്നു. അഭിഷേകം പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. ടി 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 ടി. പിന്മാറ്റ രോഗം മാറട്ടെ, പിന്മാറ്റ രോഗം മാറട്ടെ, പിന്മാറ്റ രോഗം മാറട്ടെ. ഹല്ലേലൂയ. ഇത്ര നൽകിയിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. ഇത്ര ആമേൻ. കൂട്ടാളിയാണ്. എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം റഗ്ഗാലദന്തനദബ ലഞ്ജനാ ശഗാലദന്തനദബ. റഗ്ഗാലദ കർത്താവിന്റെ വചനം പിന്മാറി ദൈവസന്നിധിയിൽ നന്ദിയില്ലാതെ കൂട്ടായ്മയിൽ കൂറ് പുലർത്താതെ മാറി ജീവിച്ചിട്ട് കർത്താവിന്റെ അടിപറ്റി ഇന്നിവിടെ എത്തിയിരിക്കുന്ന അനേകരുടെ ഹൃദയങ്ങള് ദൈവവചനം അമ്പ് തുളച്ചതുപോൽ തുളയ്ക്കുന്നു. ഒരു രൂപാന്തരം നൽകുന്നിടാ മേൽഷി. അങ്ങനെയുള്ള വ്യക്തികളിൽ നിങ്ങളും ഒരാളാണ്. സുധാ, അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളും ഒരാളാണ്.
ഒരു ഉടമ്പടി എടുക്കുക. ദൈവമേ, ഇന്ന് ഞാൻ അകലം വിട്ട് അനുഗമിക്കുകയില്ലേ? ദൈവസന്നിധിയിൽ ഞാൻ അകലം വിട്ട് അനുഗമിക്കുകയില്ലേ? എടുക്കുക തീർമാനം, എടുക്കുക തീർമാനം. ഈ ദൈവം എനിക്ക് മതി, ഈ ദൈവം എനിക്ക് മതി, ഈ ദൈവം എന്റെ കർത്താവ് മതി. ടീ 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 അഭിഷേക ടീ 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 ഹല്ലേലൂയ. റഖാല ദന്തനദ പവർ പവർ. യെസ്, മൈ മാസ്റ്റർ ഈസ് ഹിയർ. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരം വ്യാപരിക്കുന്നു. ദൈവസന്നിധി വിട്ട് അകന്ന് അടും പറ്റി വന്നിരിക്കുന്ന അനേകരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഈസ് ഹീലിംഗ് ദ ബ്രോക്കൺ ഹാർട്ടഡ്. ഇപ്പോൾ 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 ദൈവകൃപ. ചില അഴിഞ്ഞു നാറുന്ന ശരീരങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സൗഖ്യം പ്രാപിക്കുന്നു. ചില അഴിഞ്ഞു നാറുന്ന ശരീരങ്ങൾ ദൈവസന്നിധിയിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. ആമേൻ. സീസണൽ ഫീവർ, സീസണൽ ചുമ, സീസണൽ വ്യാധികൾ കർത്താവ് ഇപ്പോൾ തൊട്ട് സമ്പൂർണ്ണ സൗഖ്യം ഇപ്പോൾ നൽകുന്നു. ടീ 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 അഭിഷേക ടീ, അഭിഷേക ടീ.